മലയാളികളായ നമ്മൾക്ക് ഏകദേശം എത്ര ദിവസം വരെ കുളിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഏറിപ്പോയാൽ 1-2 ദിവസം, അതിൽ കൂടുതൽ സാധിക്കില്ല. എന്നാൽ ഏകദേശം 60 വർഷമായി കുളിക്കാതിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നാലോ? അമോ ഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമോ ഹാജി എന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല, എന്നാൽ പ്രായമായവർക്ക് സ്നേഹപൂർവ്വം നൽകുന്ന ഒരു പദമാണിത്. ഇദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം തിരഞ്ഞെടുത്തത്. ഭാര്യയോ കുട്ടികളോ ആരുമില്ല. ഇയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ശരീരം മുഴുവൻ ചാരവും മണ്ണും എല്ലാം പുരണ്ടതാണ് ഈ മനുഷ്യൻ്റേത്. അത് കാരണം ഇദ്ദേഹത്തിന് മണ്ണിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ഇഷ്ടം. തണുപ്പ് കാലത്ത് ഇയാൾ ഒരു തൊപ്പി തലയിൽ വെക്കും. അത് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണമായി സ്വീകരിച്ചിരുന്നത് ചത്ത മൃഗങ്ങളുടെ എല്ലാം മാംസമാണ് സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ അവശിഷ്ടമാണ് ഇയാൾ ചുരുട്ടി വലിച്ചിരുന്നത്, പുകവലിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു അറപ്പ് തോന്നും, ഇല്ലേ? എന്നാൽ ഇദ്ദേഹം കുളിക്കാത്തതിൻ്റെ കാരണം പറയുന്നത്, കുളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അസുഖങ്ങൾ ഉണ്ടാകും, ഇയാളുടെ ശരീരത്തെ വ്രണങ്ങൾ ബാധിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ കുളിക്കാതിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല. നമ്മളൊക്കെ നമ്മുടെ മുടി വളർന്നാൽ നമ്മൾ പോയി മുടി മുറിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം മുടി വളർന്നാൽ എന്താണ് ചെയ്യുന്നത്? കത്തിച്ച് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വൃത്തിഹീനമായ മനുഷ്യനുള്ള ഗിന്നസ് റെക്കോർഡും ഇയാൾ നേടിയിട്ടുണ്ട്. 2023 ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററിയും ഇറങ്ങിയിട്ടുണ്ട്. ഇയാളുടെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ കുളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ നടന്നില്ല. എന്നാൽ എല്ലാവരുടെയും അഭ്യർത്ഥന കാരണം ഇയാൾ കുളിക്കാനായിട്ട് സ്വീകരിച്ചു. കുളിച്ചു. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇയാൾ മരണപ്പെട്ടു. 94 വയസ്സിലാണ് ഇയാൾ മരണപ്പെട്ടത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വൃത്തിഹീനമായ ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷേ അത് അദ്ദേഹത്തിന് ജീവിക്കാനായിട്ടുള്ള ഒരു മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഇതായിരുന്നു. കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ജീവിക്കാം, യാതൊരു അസുഖവും ബാധിക്കില്ല, യാതൊരു വ്രണങ്ങളും ബാധിക്കില്ല എന്നായിരുന്നു അയാളുടെ ഒരു ധാരണ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കഥ, ഈ ഒരു വിവരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഇനിയും ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി, നമസ്കാരം.